ഹലോ, ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്ന കുറേ കാലമല്ലേ വീഡിയോ ഇട്ടിട്ട്. എന്നൊരു പുതിയൊരു കാര്യം ചെയ്തത്, അതുകൊണ്ടാണ് പുതിയതായിട്ട് വന്നത്. അപ്പോഴേ നമ്മൾ വീടൊക്കെ മാറുമ്പോൾ, അതുപോലെ തന്നെ AC-ന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമ്പോഴൊക്കെ നമ്മളൊരുപാട് പ്രയാസപ്പെട്ടു. ചില ആൾക്കാരെ വിളിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ അവർക്കുള്ള തിരക്കുകൾ കൊണ്ടായിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഇതായിരിക്കും, ലാഗായിരിക്കും വരണമെങ്കിലും അവരെ വന്ന് കിട്ടണമെങ്കിലൊക്കെ. അതുകൊണ്ട് എന്താണ്, ഞാൻ നിങ്ങൾക്കൊരു ടിപ്സ് പറഞ്ഞുതരാം. ഞാനൊരു സാധാരണക്കാരനറിയില്ലേ, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട്. AC-യുടെ എന്നാൽ പിന്നെ നമുക്കത് കണ്ടാലോ. ഇത് ഞാനൊരു AC അയച്ചിട്ട് അതിൻ്റെ ഞാൻ അയച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സ്റ്റാൻഡ് ഞാൻ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, AC അഴിച്ചു, ഔട്ട്ഡോർ ഇവിടെ വെച്ചു. ഓക്കെ, ഇനി ഒന്നുകൂടെ അയക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെ ചെയ്യേണ്ടത്? യെസ്, ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വെറുതെ നമ്മൾ പൈസ കൊടുത്ത് ആളെ വിളിച്ച് വരുത്തി ഇപ്പോൾ സെറ്റ് ചെയ്യാൻ ആൾക്കാർ വേണം കേട്ടോ. സെറ്റ് ചെയ്യാനും സിമ്പിളാണ്, പക്ഷേ എന്നാലും അതൊരു പോരായ്മ വേണ്ട. അത് നമുക്ക് വേറെ ഏൽപ്പിക്കാം. നമുക്ക് പണിയിലങ്ങ് ഇറക്കാം. ആദ്യം AC ഓണാക്കണം കേട്ടോ. AC ഓണാക്കിയതിന് ശേഷം എന്താ ചെയ്യേണ്ടത് അറിയാം? ഈ 2 ഗ്യാപ്പില്ല, ഞാനിപ്പോൾ ഇത് കണക്ഷനൊക്കെ ഏകദേശം കഴിച്ച് വെച്ചാണ് കേട്ടോ. ഇതാദ്യം അയക്കുക, ടോപ്പ്. ഈ ടോപ്പ് അയക്കാൻ. ഓക്കെ, എന്നിട്ട് ഇതിന് അല്ലെങ്കിൽ വേണം, അല്ലെങ്കിൽ ഇതിലേക്ക് ഇട്ടിട്ട് സ്ലോ ആയിട്ട് എന്ത് ചെയ്യുക, ഇത് മുറുക്കി കൊടുക്കുക. നമ്മൾ മുറുക്കി ഇത് ടൈറ്റ് ചെയ്ത് അവിടെ സ്റ്റോപ്പായി കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് ഇടുക. ഇതിലേക്ക് അല്ലെങ്കിൽ ഇട്ടിട്ട് മെല്ലെ കറക്കുക. മെല്ലെ ഒരു 40 സെക്കൻഡോളം ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ആക്കി ഇങ്ങനെ ഇതിന് അല്ലെങ്കിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്ത് ഇത് ലാസ്റ്റ് എൻഡിലേക്ക് എത്തുമ്പോഴേക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ പവർ സപ്ലൈ എന്താക്കണം, താഴത്ത് ഓഫാക്കണം. സപ്ലൈ ഓഫാക്കുന്നതും ഇത് ലോക്ക് ചെയ്യുന്നതും രണ്ടും ഒന്നിച്ചായിരിക്കണം. അതൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതുകൊണ്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതുകൊണ്ട് ഇതുപോലത്തെ ഐറ്റംസ് നമുക്ക് വേണം. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനായിട്ട് വാങ്ങിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ സാധനം ജസ്റ്റ് അത് തിരിക്കാൻ മാത്രം. ഈ സാധനങ്ങളുണ്ട്, അതിലൊന്നും കൊള്ളാൻ പാടില്ല, ഇതിനും കൊള്ളാൻ പാടില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്ത് അതിനെ കൊണ്ട് ലൂസാക്കി കഴിഞ്ഞാൽ പിന്നെ മെല്ലെ എന്ത് ചെയ്യുക, കൈനെ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഇതാക്കുക. എനിക്ക് മനസ്സിലാവും. ഓക്കെ, ഈ കണക്ഷന് പോയി, ഓക്കെ ആയി. പിന്നെ അതുപോലെ ഇത് വായിച്ചു കൊടുക്കുക. ഇതും കൈവച്ചിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇത് അഴിച്ചെടുത്തതിന് ശേഷം ഇതിനുള്ളിലാണ് ഇനി നമ്മളെ പരിപാടി. ഇവിടെ സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ എന്ത് ചെയ്യുക, അയക്കുക. ഓക്കെ, അഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് താഴേക്കാക്കി. ഇത് ലോക്കാണ് കേട്ടോ. ഈ ലോക്ക് മുകളിലേക്ക് കയറുമ്പോൾ അവിടെ ലോക്കായി. താഴേക്ക് ഒന്ന് ജസ്റ്റ് വലിച്ചാൽ മതി. ഇതാണ് നമ്മൾ കണക്ഷൻ വരുന്നത്. ഇത് എർത്താണ്. താഴെ ഇതെല്ലാം ഓഫാക്കിയിരിക്കണം കേട്ടോ. അതിന് മൊത്തം ഓഫാക്കിയതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ അയക്കാൻ പാടുള്ളൂ. കാരണം എന്താ അറിയോ, നമ്മൾ ഈ പണിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലാഭത്തിനാണ് അറിയോ, 2000 രൂപയാണ് കേട്ടോ. 2000 രൂപ ലാഭമാണ് ഇങ്ങനെ അഴിച്ചെടുക്കുന്നുണ്ടെങ്കിൽ. നമ്മളെന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യുമ്പോൾ എന്തായാലും 2500 ഏകദേശം നമ്മളിന്ന് പോകും. ഇത് ജസ്റ്റ് നമ്മളിപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്ത് ഈ ഔട്ട്ഡോർ യൂണിറ്റ് താഴേക്ക് എത്തിച്ചിട്ട് മറ്റുള്ളവരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. ദൂരാണ് അവർക്ക് കൊടുക്കേണ്ടത് പൈസയാണ് ഞാൻ പറഞ്ഞത്. സെറ്റ് ചെയ്യാൻ
വേറെ തന്നെ പൈസ വേറെ നമ്മൾ കൊടുക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമ്മൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മൊത്തം അഴിച്ചെടുക്കുക. അഴിച്ചെടുത്തതിന് ശേഷം ആ സ്ക്രൂ അങ്ങനെ തന്നെ അവിടെ ടൈറ്റ് ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. പക്ഷേ വേറെ എവിടെയും പോയേക്കണ്ട. ഓക്കെ, ഞാൻ തിരിച്ചിട്ട സാധനമാണല്ലോ. നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ജസ്റ്റ് കുറച്ച് ചെറുങ്ങനെ ഒന്ന് അഴിച്ചു കൊടുത്തിട്ട് ഈ വയറുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് താത്ത് കൊടുത്താൽ മതി. മൊത്തമായിട്ട് അഴിച്ചെടുക്കണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അയക്കാൻ ഓരോ വയറുകളായിട്ട് കണക്ഷൻ മൊത്തം വന്നു. ജസ്റ്റ് ഇവിടെ ഒരു ചെറിയൊരു ലോക്കുണ്ട്, വയറിൻ്റെ ലോക്കാണ്. അത് അഴിച്ചിട്ട് ഇതാണ്ട് അവിടെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. തീർന്നു, കണക്ഷനൊക്കെ തീർന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ അതുപോലെ തന്നെ 4 സ്ക്രൂ ഉണ്ട്. അവിടെ ഇവിടെ ഒക്കെ 4 സ്ക്രൂ ഉണ്ട്, കണ്ടോ. അത് അഴിച്ചതിന് ശേഷം ഈ കാണുന്ന ഇത് പൊട്ടിച്ചിട്ട് ഫ്രീ ആക്കി വിട്ട് കഴിഞ്ഞാൽ ഇൻഡോർ യൂണിറ്റ് ഉണ്ടല്ലോ, ഉള്ളിലത്തെ യൂണിറ്റ് അഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ വയറും കൂടി അങ്ങോട്ടേക്ക് കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയേ പണിയുള്ളൂ. ഓക്കെ, 5 മിനിറ്റത്തെ പണിയുള്ളൂ. ഈ കണക്ഷൻ നമ്മൾ ഊരിയില്ലേ, അതുപോലെ തന്നെ ഇവിടെയും അങ്ങനൊരു കണക്ഷൻ ഉണ്ട്. അതുപോലെ ഊരിയാലാണ് നമുക്ക് ഉള്ളിൽ നിന്ന് ഇൻഡോർ യൂണിറ്റ് ഓടുമ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി വരുള്ളൂ. അതെന്നെല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അത് ഇത് വെച്ചിട്ടാണ് ഊരേണ്ടത്. ഏതെങ്കിലും പിന്നെ സ്പാനറോ മറ്റോ വെച്ചിട്ട് ഈ ഭാഗം സ്പാനർ വെച്ചിട്ടും ഈ ഭാഗം സ്പാനർ വെച്ചിട്ടും ഇവിടെ പിന്നെ അഡ്ജസ്റ്റർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ.